സ്ത്രീകളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരും നാട്ടിൽ ഏറെയാണ്. ഇത്തരക്കാർക്ക് ഒരിക്കൽ കൂടി താക്കീത് നൽകുന്നതാണ് തൃശൂർ വടക്കാഞ്ചേരി കോടതിയുടെ വിധി. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിയായ യുവാവിനെ കോടതി വെറുതെ വിട്ടു. വരവൂർ പിലക്കാട് സ്വദേശി മഹേഷിനെയാണ് കോടതി വെറുതെ വിട്ടത്. എറണാകുളം സ്വദേശിനിയായ യുവതിയായിരുന്നു പരാതിക്കാരി. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് യുവതിയെ വരവൂർ പിലക്കാട് എത്തിച്ചുവെന്നും പിന്നീട് ഷൊർണൂരിലെയും ചെറുതുരുത്തിയിലെയും വിവിധ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. എതിർത്തപ്പോൾ വടികൊണ്ട് ശാരീരികമായി ഉപദ്രവിച്ച് പരുക്കേൽപ്പിച്ചതായും യുവതി എരുമപ്പെട്ടി സ്റ്റേഷനു നൽകിയ പരാതിയിൽ ആരോപിച്ചു. കേസിൽ പ്രതി വരവൂർ പിലക്കാട് സ്വദേശി 25-കാരനായ മഹേഷ് കുറ്റക്കാരനല്ലെന്ന് കണ്ടാണ് വടക്കാഞ്ചേരി പോക്സോ കോടതി വെറുതെ വിട്ടത്. സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാനോ കാര്യങ്ങളൊന്നും അവർ തയ്യാറല്ലായിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് കേസ് ഏൽപ്പിച്ചതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദൈവം നമ്മുടെ കൂടെ സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. യുവതിയുടെ വിദ്യാഭ്യാസ രേഖകളെല്ലാം കത്തിച്ചു കളഞ്ഞതായും പോലീസ് കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. കേസ് തെളിയിക്കുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 26 സാക്ഷികളെ വിസ്തരിച്ചു. 25 രേഖകളും ഹാജരാക്കി. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിലും കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിഭാഗം വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സുപ്രീം കോടതി വിധികളുടെ സഹായത്തോടെ പ്രതിക്കെതിരായുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിഭാഗത്തു നിന്നും ആരെയും വിസ്തരിച്ചിരുന്നില്ല. 25 രേഖകൾ വിസ്തരിച്ചു. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും ഈ വാദം പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയില്ല. പ്രതിക്കെതിരായുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയില്ല എന്ന പ്രതിഭാഗം വാദം ഇതിനോടനുബന്ധിച്ച് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. അതനുസരിച്ച് പ്രതിഭാഗം വാദം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ, അനു രമേശ്, MP സേവ്യർ, ഹെലന ജെയ്സൺ, കുമാരൻ നായർ, TR നാരായണൻ നായർ എന്നിവർ ഹാജരായി. ന്യൂസ് 18 തൃശൂർ.